നമസ്കാരം. പറന്നു പോകില്ല വിജിലൻസ് തത്ത. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പുതിയ ആകാശവും പുതിയ ഭൂമിയും തേടി ഒടുവിൽ തത്ത പറന്നു പോകില്ലെന്ന് ഉറപ്പായി. സ്റ്റാൻഡ് വിട്ടുപോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തു നൽകിയതായി സ്ഥിരീകരിച്ചെങ്കിലും പതിവ് പോലെ അഴിമതി വിരുദ്ധ മരാമത്ത് പണികൾക്കായി ഡയറക്ടർ രാവിലെ ഇറങ്ങി. ഇന്നലത്തെ പോലെ ആവില്ലല്ലോ ഇന്ന്, നാളെ ആർക്കെന്നും എന്തെന്നും ആർക്കറിയാം തുടങ്ങിയ പതിവ് ഫിലോസഫി ഡയലോഗുകൾ അടിച്ചപ്പോൾ തന്നെ കിട്ടി ഒരു തിരിച്ചുവരവിൻ്റെ മണം. ഓരോ ദിവസവും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയല്ലേ. ഓരോ ദിവസവും ഇന്നലത്തെ സത്യം ഇന്നത്തെ സത്യമല്ല എന്നൊക്കെ ഞാൻ അതിന് മുമ്പും ഒക്കെ അവിടെ തന്നെ പറഞ്ഞതാണ്. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത കളി ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. വിശ്വാസ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ, അതും വിജിലൻസ് ഡയറക്ടർക്കെതിരെ കോൺഗ്രസും UDFും വിമർശനം കടുപ്പിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. അതും തങ്ങളുടെ 2 മുൻ മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതി ആരോപണം വിജിലൻസ് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണ് ഇതെന്ന് പ്രതിപക്ഷം മനസ്സിലാക്കുന്നില്ല. വിജിലൻസ് തത്തയെ CPMന്റെ കൂട്ടിൽ കയറ്റി ചിത്രീകരിക്കുക എന്നതാണ് പ്രതിപക്ഷ തന്ത്രം. തനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളുടെ മുനയൊടിക്കുക എന്നത് ജേക്കബ് തോമസും മറുതന്ത്രമാക്കി. അതിൻ്റെ ഡയറക്ടറെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കേണ്ടത് CPM അവൈലബിൾ പാർട്ടി സെക്രട്ടേറിയറ്റ് അല്ല. അപ്പം നാളെ CPMന് അനുകൂലമായി രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വജനപക്ഷപാതത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി വിജിലൻസ് ഡയറക്ടർ മാറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. സർ, യഥാർത്ഥത്തിൽ CPMന്റെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു രമേശ് ചെന്നിത്തല എങ്കിൽ ഞാനിത് അംഗീകരിക്കുമായിരുന്നു. അതിനുള്ള ഭാഗ്യം താങ്കൾക്ക് എപ്പോഴെങ്കിലും കിട്ടുമെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ. ഞാൻ അങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ പോകും. സാർ, വിജിലൻസ് ഡയറക്ടർ എന്തിനാണ് സാർ സ്ഥാനം ഒടിയുന്നത്? എന്താണ് ഇവിടെ ഉണ്ടായത്? സാർ, പുതിയ ആകാശവും പുതിയ ഭൂമിയും മുഖ്യമന്ത്രി കൂടി ഉൾപ്പെടാൻ സാധ്യതയുള്ള EP ജയരാജന്റെ കേസും ജേക്കബ് തോമസിനെതിരായുള്ള ധനകാര്യ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടും അല്ലാതെ വേറെ ഒരു പുതിയ ആകാശവും പുതിയൊരു ഭൂമിയും ഇവിടെ ഉണ്ടായിട്ടില്ല സാർ. അല്ല, അത് ഇപ്പം ഞാനിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആ സമയത്ത് ഇങ്ങനെ ഈ കടുകട്ടി ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അയാളെ തുടരുന്നതാണ് ഈ മാണിയുടെയും പിന്നെ ബാബുവിൻ്റെയൊക്കെ. അതിന് വേണ്ടിയിട്ട് അവർ ചില കളികൾ കളിക്കുന്നുണ്ട്. ഒരു ചാൻസ് കൂടെ തരാം. എടോ, തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ. ആഹാ, ഞാൻ കാണിച്ചു തരാം. സാർ, VD സതീശൻ കഴിഞ്ഞ ദിവസം ഇവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ക്ലിഫ് ഹൗസിൽ കറങ്ങുന്ന ഒരു തത്തയാണ് അദ്ദേഹം കണ്ടത്. സാർ, എൻ്റെ സംശയം ഇനി മുതൽ AKG സെന്ററിലായിരിക്കും സാർ തത്ത പറക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ കോണുകളിൽ നിന്ന് വരുന്നവർ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നുണ്ടോ? സാർ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, CPIMന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കൂടും കുടുക്കയുമായി വാതിൽപ്പടി വരെ പോയി തത്ത പറന്നു പോകാതെ തത്തിക്കളിച്ചു. ആരും പിന്നോട്ട് തള്ളിയില്ലെങ്കിൽ മുന്നോട്ട് പോകുമെന്ന ഡയലോഗിലൂടെ മടങ്ങിപ്പോക്കില്ലെന്ന് സൂചനയും നൽകി. അപ്പോൾ ഇതുവരെ കണ്ടതെല്ലാം ഒരു പറന്നു പോകൽ നാടകം. അതിൽ തന്നെ ഉത്തരവുണ്ട്. സർക്കാർ ഏൽപ്പിച്ച ജനങ്ങളുടെ സർക്കാർ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടത്. വിജിലൻസ് ഡയറക്ടർ എത്ര ചീപ്പായിട്ടാണ് സാർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഓരോ ദിവസം ഓരോ അഭിമുഖം കൊടുക്കുകയാണ് സാർ. ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ബ്യൂറോക്രസിയുടെ സ്ഥിതി എന്താകും സാർ? ചുവന്ന കാർഡ്, പച്ചക്കാർഡ്, മഞ്ഞക്കാർഡ്,
സാർ ഇപ്പോൾ ഒരു കാർഡ് അദ്ദേഹത്തിന് ആര് കാർഡ് കാണിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആളുകളുടെ സംശയമായി മാറിയിരിക്കുന്നത്. നിങ്ങൾ എന്നെ പുറകോട്ട് തള്ളിയില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. എടാ കൊച്ചെഴുതരടാ മോനെ, കുറച്ചു ദിവസമായിട്ട് നീ എന്നെ ഇട്ട് വെള്ളം കുടിപ്പിക്കുക. നിന്റെ ഈ ജാടയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇവിടെ എന്താ ഇങ്ങി പോന്നേ? ഇക്കിളിയിട്ട് കളിക്കുന്നതൊക്കെ കൊള്ളാം. സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ വന്ന വിജിലൻസ് പരിശോധനയിൽ ഈ തത്ത ഏത് കാർഡെടുക്കും എന്നാണ് സംശയാലുക്കളായ പ്രതിപക്ഷവും നാട്ടുകാരും നോക്കിയിരിക്കുന്നത്. തത്തയുടെ ചുണ്ട് മുന കൂർത്തതാണോ എന്ന് അപ്പോൾ അറിയാം. VS ഇന്ന് 93-ാം പിറന്നാൾ. പതിവ് പോലെ കുടുംബാംഗങ്ങളോടൊപ്പം സദ്യയും പായസവും ഒക്കെയായി പിറന്നാൾ ആഘോഷം. പിറന്നാൾ ദിനത്തെക്കുറിച്ച് VSന് പക്ഷേ നിസ്സംഗത മാത്രം. ആശംസകൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നന്ദി മാത്രം. ആവർത്തിച്ചുള്ള നന്ദി. വെരി ഗുഡ്, താങ്ക്സ്. താങ്ക്സ്. ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ സഖാവേ? വീട്ടിലെന്തെങ്കിലും പിറന്നാൾ ആഘോഷങ്ങളോ എന്തെങ്കിലും സാധാരണഗതിയിൽ നിന്നുള്ളതല്ലാതെ? താങ്ക്സ്. സഖാവ് ഇന്ന് ഈ സഭയില് എന്തെങ്കിലും സബ്മിഷനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും? താങ്ക്സ്. ഇന്ന് രാവിലെ ആരെങ്കിലും കാണാൻ വന്നോ VS ഈ പിറന്നാൾ ആഘോഷമായി അറിയിക്കാനോ? ഇതിന്റെ വെരി ഗുഡ്, താങ്ക്സ്. ഇനി പുതിയ ഓഫീസിന്റെ പ്രവർത്തനം എപ്പോഴാണ് സഖാവെ തുടങ്ങുന്നത്? താങ്ക്സ്. നമുക്ക് എന്തെങ്കിലും ആശംസ ഉണ്ടോ മാധ്യമപ്രവർത്തകർക്ക്? താങ്ക്സ്. വെരി ഗുഡ്, താങ്ക്സ്. ഞങ്ങൾക്ക് പായസം ഒക്കെ ഉണ്ടോ? താങ്ക്സ്. നന്ദി മാത്രമല്ലേ. നിയമസഭയിലെ ഏറ്റവും തലമൂത്ത ഈ പിറന്നാൾ ബേബിക്ക് സഭയും ആശംസ നേർന്നു. ബഹുമാനായ ശ്രീ VS അച്യുതാനന്ദന് 93 വയസ്സ് പൂർത്തീകരിക്കുന്ന ദിവസമാണെന്ന് അദ്ദേഹത്തെ സഭയ്ക്കയുടെ എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. വ്യത്യസ്ത സമരമുറകളുടെ കാര്യത്തിൽ PC തോമസിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് കേരള യൂത്ത് ഫ്രണ്ട് മാണി വിഭാഗം പ്രസിഡന്റ് മഞ്ഞക്കടമ്പനും കൂട്ടരും. റബ്ബർ ഷീറ്റ് ചുമന്നും റബ്ബർ മരച്ചില്ല അണിഞ്ഞും ശവപ്പെട്ടിയിൽ കയറി കിടന്നുമൊക്കെ സമരം നടത്തുന്ന PC തോമസിനെ കടത്തിവെട്ടും മഞ്ഞക്കടമ്പൻ. പട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കി സമരം നടത്തിയ സജി കടമ്പനും കൂട്ടരും
സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയനപ്രദക്ഷിണം നടത്തിയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചത്. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി. മുതലാളി, അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോടാ, പോയി നോക്കടാ. എന്തിനാ എന്നെ ഇങ്ങോട്ട് വേദനിപ്പിക്കണേ? മഴവാതിലിലൂടെ ഇടിമിന്നൽ പോലെ ഇരുളിനുള്ളിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. മണലിൻ ചിറകോടെ മറവിക്കടൽ താണ്ടി ശരവേഗത്തിൽ കിളിപ്പോയി. പകലൊന്നായി ഇരവൊന്നായി ഇരുചിറകായി കിളിപ്പോയി. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് മുഖം റോഡിന്റെ കണ്ണാടി. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സുന്ദരനാണെന്ന് സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. പിന്നെ എനിക്കാണെങ്കിൽ സാമാജികന്മാരിൽ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ ആള് ഞാനാണ്. എനിക്ക് നന്നായിട്ട്